ഇന്നത്തെ കാലത്തെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കണനാട്ടിലും കുറച്ചുകൂടി ഒന്ന് എരിവും പുളിയുള്ള ഒരു സംഗതിയാണെന്ത് വൺ സൈഡ് ആയിട്ട് ഒരാളെ സ്നേഹിക്കണ കാര്യം അല്ലേ? ഞാൻ ഈ പറയുന്ന കാര്യം എല്ലാവർക്കും മനസ്സിലാക്കണമെന്നില്ല. പക്ഷെ വൺ സൈഡ് ആയിട്ട് സ്നേഹിക്കുന്നവർക്ക് ഈ പറയുന്ന കാര്യം മനസ്സിലാവാൻ ചാൻസ് ഉണ്ട്. സത്യം പറഞ്ഞ പോലെ സമ്മതിക്കണം കേട്ടോ. കാരണം ഒന്നും പ്രതീക്ഷിക്കാതെയാണല്ലോ ഒരു സ്നേഹിക്കണത്. ചില സമയത്ത് അതാണോ ട്രൂ ആയിട്ടുള്ള ഒരു ലവ് എന്നുള്ളത് നമ്മളെ തോന്നിപ്പിക്കുന്ന രീതിയിലായിരിക്കും പല സ്നേഹപ്രകടനം. കാരണം എന്താ വെച്ചാൽ ഊഹിച്ചാൽ മനസ്സിലാക്കാലോ, ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളടുത്ത് നിന്ന് ഓരൊന്നും പ്രതീക്ഷിക്കണമില്ല, ഓരെ കിട്ടൂല എന്നുള്ള ഉറപ്പൊക്കെ ഉണ്ടായിട്ടും എന്ത് തരത്തിൽ നടക്കൂല എന്നൊക്കെ അറിഞ്ഞിട്ട് എന്ത് ചെയ്യാണ് പിന്നെയും ബ്ലൈൻഡ്ലി അന്ധകരമായിട്ട് അയാളെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ സമ്മതിക്കന്നെ വേണ്ട അങ്ങനത്തെ സ്നേഹത്തെ, അല്ലേ? ഒന്നും കിട്ടാതെ ഒരു ഉടുപ്പില്ലാതെ ഒരാളെ സ്നേഹിക്കാൻ പറ്റാന്ന് പറഞ്ഞാല് അങ്ങനൊക്കെ ഒരു മനുഷ്യൻ സ്നേഹിക്കുമ്പം ആ ഒരു സ്നേഹത്തിന്റെ പവർ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കല്ലോ, അല്ലേ? പക്ഷെ ഒരു കാര്യത്തിൽ വരെ സമ്മതിക്കണുണ്ടോ? കാരണം ഒരാളടുത്ത് തിരിച്ച് സ്നേഹം കിട്ടാതെ നിക്കുമ്പോ ഉണ്ടാവണ ഉള്ളിലുള്ള ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ, അത് ഒരുപാട് പേര് അനുഭവിക്കേണ്ട ഒരു കാര്യം. ഓരത് ഓരെ തന്നെ വെച്ച് ഇങ്ങനെ അനുഭവിച്ച് തീർക്കാനാണ് അവർക്ക് ഇഷ്ടം. ഇതിലൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല ഓലെ കിട്ടുമെന്നോ ഓരോ ലൈഫ് പാർട്ട്ണറായിട്ട് കിട്ടുമെന്നോ ഒരു തരത്തിലും അവർക്ക് എക്സ്പെക്ടേഷൻ ഇല്ല. ബട്ട് സ്റ്റിൽ ആ ഒരു പേഴ്സൺ ഇഷ്ടമാണ്. എത്ര കാലം സ്നേഹിക്കാൻ പറ്റുമോ അത്രയും കാലം ആ ഒരു വ്യക്തിനെ സ്നേഹിക്കും ചെയ്യും. അതാണ് വൺ സൈഡ് ആയിട്ട് ഒരാളോട് സ്നേഹം തോന്നുന്നതിന്റെ പവർ.